ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. പല്ലുകളുടെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മൾ എത്ര നന്നായി ബ്രഷ് ചെയ്താലും ചിലപ്പോൾ നമ്മുടെ പല്ലുകളുടെ ഇടയിലുള്ള ഭാഗം, അതായത് രണ്ട് പല്ലുകളുടെ ഇടയിലുള്ള ഭാഗത്ത് ഇരിക്കുന്ന എല്ലാ അഴുക്കുകളും പൂർണ്ണമായി പോയെന്ന് വരത്തില്ല. കാരണം ബ്രഷുകളുടെ അതിന്റെ ടിപ്പിന് ചേരാൻ പറ്റുന്നതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടു നേരം പല്ല് തേച്ചാലും ഒക്കെ ചില സമയത്ത് നമ്മുടെ ഭക്ഷണത്തിന്റെ അംശങ്ങളോ എന്തെങ്കിലും പല്ലിന്റെ ഇടയിൽ ചെറുതായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ അത് പിന്നീട് വലിയ ദന്ത പ്രശ്നങ്ങൾക്ക് കാരണമാവും. ദന്തക്ഷയം എളുപ്പത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള സമയത്താണ്. ബ്രഷിന് എത്തിച്ചേരാൻ പറ്റാത്തിടത്ത് ഇരിക്കുന്ന ഫുഡ് വേസ്റ്റ് ഒക്കെ കാരണം. അപ്പം ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഫ്ലോസിങ്. അതായത് എന്തെങ്കിലും ഒരു നൂലോ അല്ലെങ്കിൽ ചെറിയ തിന്നായിട്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള അഴുക്കുകൾ കളയുന്നത്, ബ്രഷുകൾക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലത്തുള്ള അഴുക്കുകൾ കളയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫ്ലോസിംഗ് ഉണ്ട്, നമുക്ക് അങ്ങനത്തെ ഫ്ലോസിങ്ങിനായിട്ടുള്ള ടോയ്ൻ മേടിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് കട്ടിയുള്ള നൂലുകൾ വെച്ചിട്ട് ഇതിന്റെ ഉള്ളില് ഫ്ലോസിങ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഫ്ലോസിങ് ചെയ്യുന്നത്, ഓരോ പല്ലുകളുടെ ഇടയിലുള്ള അഴുക്കുകൾ കളയാനായിട്ടൊരു അല്പസമയം മാറ്റി വെക്കുന്നത് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കാരണം നമുക്കറിയാം, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പല്ലുവേദന എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്, ഭയങ്കര നല്ല വേദനയാണ്. അപ്പം നമ്മൾ ഇച്ചിരി ഒന്ന് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടു നേരം പല്ല് തേക്കുന്നതിനോടൊപ്പം തന്നെ ദിവസത്തിൽ ഒരു ഇച്ചിരി നേരം ഫ്ലോസിങ്ങിനും കൂടി ആയിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകൾ ആരോഗ്യത്തോടെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും.